ആടുജീവിതം സിനിമയിലെ അഭിനേതാക്കളുടെ പെർഫോമൻസ് ഒന്നും തന്നെ ആധികാരികമായി തോന്നിയില്ല എന്നും ആ സിനിമ ഒരു നാച്ചുറാലിറ്റി ഇല്ലാത്ത അഡാപ്റ്റേഷൻ ആണെന്നും ഒക്കെയാണ് നാഷണൽ അവാർഡ് ജൂറി ചെയർപേഴ്സണായ അശുതോഷ് ഗോരിക്കർ പറയുന്നത്. എന്നാൽ അയാൾക്ക് ഏറ്റവും ആധികാരികമായും നാച്ചുറലായും തോന്നിയ അഭിനയം ഏതാണ്? ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രൊപ്പഗണ്ട സിനിമകളെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ആ രേഖ എന്റെ കയ്യിലുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ സിനിമകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ആശയം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയോളജി ആ സിനിമ പറയുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും പ്രൊപ്പഗണ്ട സിനിമകളാണോ? അല്ല. അപ്പോൾ എന്താണ് പ്രൊപ്പഗണ്ട സിനിമകൾ? പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വേർഡാണ്. അത്തരം സിനിമകളിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇത്തരം സിനിമകൾ ബയാസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ജനങ്ങൾക്ക് കൈമാറുക. അത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തന്നെ മാറ്റിമറിക്കാനും കഴിയുന്ന രീതിയിലായിരിക്കും. സർക്കാർ ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ച് ഭരണം നിലനിർത്താനാണ് ഇത്തരം സിനിമകൾ ഉപയോഗിക്കാറും. 2019 നരേന്ദ്രമോദിയെ പുകഴ്ത്താനായി എടുത്ത സിനിമയായിരുന്നു വിവേക് ഒബ്രോയ് നരേന്ദ്രമോദിയായി അഭിനയിച്ച നരേന്ദ്രമോദി എന്ന സിനിമ. ആ സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ ന്യായീകരിച്ചുകൊണ്ട് വാചാലനായി സംസാരിക്കുന്നത് കാണാം. ഗുജറാത്ത് को जलने कैसे थे? नानावटी कमीशन की रिपोर्ट में साफ साफ മോഡി തന്നെ വെച്ച അന്വേഷണ കമ്മീഷൻ മോഡിയെ കുറ്റക്കാരനല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഗോദ്രയിൽ ട്രെയിൻ തീ വെച്ചതാണെന്നും ഒക്കെയാണ് പറയുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലാമെന്നും പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതേ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിക്കൊണ്ട് മോഡി ഇന്റർവ്യൂവിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ സിനിമയിൽ കാണിച്ചതോ? ഇതാണ് പ്രൊപ്പഗണ്ട സിനിമകൾ ചെയ്യുന്ന കാര്യം. ഇല്ലാത്തൊന്നിനെ ഉണ്ടെന്ന് വരുത്തി തീർക്കും. കേരളത്തെ അപമാനിക്കുക, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തെ തീവ്രവാദത്തിന്റെയും ലവ് ജിഹാദിന്റെയും പേരിൽ സംശയത്തിന് നേരിലാക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കുണ്ടായത്. അതിനുവേണ്ടി പടച്ചുവിട്ട ഒരു നുണയാണ് ഈ സിനിമ. കേരളത്തിലെ സ്ത്രീകൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ബുദ്ധിയില്ലാത്തവരാണെന്നും ഈ സിനിമ പറയുന്നുണ്ട്. തീവ്ര വലതുപക്ഷ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കുക എന്നതായിരുന്നു സിനിമയുടെ ലക്ഷ്യവും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നത് ജൂതന്മാരെയായിരുന്നു. ജൂതന്മാർക്കെതിരെ മാക്സിമം ഹേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ അന്ന് ഹിറ്റ്ലർ പഠിച്ചുവിട്ടിരുന്നു. ആ ഒരു രീതി ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തോട് നടത്തുന്ന ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകളിൽ ഒന്നാണ് കേരള സ്റ്റോറിയും. കേരളത്തിൽ ലവ് ജിഹാദിലൂടെ സ്ത്രീകളെ മതം മാറ്റി IS-ലേക്ക് അയക്കുന്ന ഒരു നിഗൂഢ സംഘമുണ്ടെന്നും അവർ 32,000-ലധികം സ്ത്രീകളെ അങ്ങനെ അയച്ചിട്ടുണ്ടെന്നുമാണ് സിനിമ പറയുന്നത്. അൺഒഫീഷ്യൽ കണക്ക് 50,000 ആണെന്നും സിനിമയിൽ പറയുന്നുണ്ട്. ഈ നമ്പറുകളാണ് ഏറ്റവും വലിയ നുണ. യഥാർത്ഥത്തിൽ 3 സ്ത്രീകൾ മാത്രമാണ് മതം മാറിക്കൊണ്ട് കേരളത്തിൽ നിന്നും IS-ലേക്ക് പോയത്. അതിൽ ഹിന്ദുയിസത്തിൽ നിന്നും ഒരാൾ മാത്രവും. ഈ 3 ഇൻഡിവിജ്വൽ കേസ് യഥാർത്ഥത്തിൽ നേരിടേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. എന്നാൽ അതിനുപയോഗിച്ചുകൊണ്ട് അതിന് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തെ അപമാനിക്കുക എന്ന രീതിയിലായിരുന്നു ഈ ഒരു സിനിമ വന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ യാത്രക്കാരന്റെ മേത്ത് മൂത്രമൊഴിച്ച 3 കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവ വെച്ചുകൊണ്ട് 32,000 കേസുകൾ ഇന്ത്യയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു സിനിമ എടുത്താൽ എങ്ങനെ ഇരിക്കും? അതേ ഒരു ലോജിക്കാണ് ഈ ഒരു സിനിമക്കും. നുണ പറയുമ്പോൾ വലിയ നുണ പറയുക എന്ന ഹിറ്റ്ലർ തന്ത്രം തന്നെയാണ് ഈ സിനിമക്കാരും ഉപയോഗിച്ചത്. കോടതി ഇടപെട്ടപ്പോൾ നമ്പറുകളുടെ സോഴ്സോ ആധികാരികതയോ ഒന്നും തന്നെ നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. പകരം സിനിമയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും 32,000 എന്നത് 3 ആക്കി മാറ്റുകയും ചെയ്തു. സിനിമ തുടങ്ങും മുമ്പ് ഇത് ഫിക്ഷൻ ആണെന്ന് എഴുതി ചേർക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഒരു വലിയ നുണ നോർത്ത് ഇന്ത്യയിൽ മൊത്തം സ്പ്രെഡ് ചെയ്യാനും ഇലക്ഷൻ ഉപയോഗിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. മേക്കിംഗിലും ആക്ടിംഗിലും എല്ലാം തന്നെ ഒരു ബിലോ ആവറേജിനും താഴെയുള്ള ഒരു സിനിമയാണിത്. എന്നാലും സർക്കാരിന്റെ പ്രൊപ്പഗണ്ട പ്രചരിപ്പിച്ചു എന്നതിന് മാത്രമാണ് ഈ സിനിമയ്ക്ക് അവാർഡ് നൽകിയതും. സവർക്കറെ വെള്ളപൂശുക എന്ന ലക്ഷ്യത്തോടെ രൺദീപ് ഹൂഡ ഇറക്കിയ ചിത്രമായിരുന്നു സ്വതന്ത്രവീർ സവർക്കർ. സവർക്കറുടെ ജീവിതത്തിൽ നടക്കാത്ത ചില സംഭവങ്ങൾ സിനിമയിൽ കൂട്ടിച്ചേർത്തുകൊണ്ടും അതുപോലെ തന്നെ മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് കാണിക്കുന്ന രീതിയിലുമാണ് ഈ സിനിമ ചെയ്തത്. ഈ സിനിമയിലെ ഏറ്റവും വലിയ കോമഡി ആയിരുന്നു ഭഗത് സിംഗും സവർക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഭഗത് സിംഗ് സവർക്കറോട് പറയുന്നത് സവർക്കറുടെ പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തെ മുഴുവൻ അറിയിക്കുമെന്നാണ്. 1909 സവർക്കർ ആ പുസ്തകം എഴുതുന്നത്. അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതും അതേ വർഷം തന്നെ. 1907 ഭഗത് സിംഗ് ജനിക്കുന്നത്. അപ്പോൾ 2 വയസ്സുള്ള ഭഗത് സിംഗ് ആണോ സവർക്കർ കണ്ടുകൊണ്ട് താൻ ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് മാറ്റുമെന്ന് പറയുന്നത്? 1911 മുതൽ സവർക്കർ മാപ്പപേക്ഷകൾ എഴുതാൻ തുടങ്ങിയിരുന്നു. 6ഓളം പ്രാവശ്യം മാപ്പപേക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ താൻ ബ്രിട്ടീഷുകാർക്ക് ദാസവേല ചെയ്യാമെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്നും പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കുമെന്നൊക്കെയാണ് എഴുതുന്നത്. പക്ഷെ നമ്മുടെ സിനിമയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല.
സുഭാഷ് ചന്ദ്രബോസ് സവർക്കറിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന ഒരു കളവും സിനിമയിൽ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ നോൺ വയലൻസ് കാരണമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വൈകിയതെന്നും അല്ലെങ്കിൽ 1912 തന്നെ ഇന്ത്യ സ്വതന്ത്രമായെന്നും പറയുന്നുണ്ട്. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന് സമരം തുടങ്ങുന്നത് 1917 ചരിത്രം വളച്ചൊടിച്ചുണ്ടാക്കുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് ഉദാഹരണമാണ് ഈ സിനിമ. കേരള സ്റ്റോറി പോലെ ഒരു സിനിമ മലയാളത്തിലും വേണ്ടേ? അത്തരത്തിലുള്ള സിനിമയായിരുന്നു രാജ്യസ്നേഹികൾക്കായി ഒരു സിനിമ എന്ന പേരിൽ പുറത്തിറങ്ങിയ പ്രിയപ്പെട്ടവർ. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തയ്യാറാക്കിയ തിരക്കഥയായതിനാൽ തന്നെ ഈ സിനിമയുടെ OTT വന്നപ്പോൾ ട്രോൾ ഗ്രൂപ്പുകൾ ഭരിക്കുകയായിരുന്നു ഈ സിനിമ. സംവിധായകൻ രാജസേനനായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കാവ്യപ്പടയെ പുകഴ്ത്തുകയും ആരൊക്കെയാണ് രാജ്യസ്നേഹികളെന്നും ആരൊക്കെയാണ് രാജ്യദ്രോഹികളെന്നും ഡിഫൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ഭാരതത്തിനു രക്ഷകനുണ്ടിപ്പോ, ലോകം മുഴുവൻ ആരാധിക്കുന്ന, എല്ലാ തിന്മകളെയും ചവിട്ടി തൂത്തെറിയുന്ന ഒരു സിംഹം. സന്തോഷ് പണ്ഡിറ്റ് സിനിമകളോട് കിടപിടിക്കാവുന്ന രീതിയിലായിരുന്നു സിനിമയുടെ മേക്കിംഗ്. കാവ്യപ്പട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഈ സിനിമയിലും കാണിക്കുന്നുണ്ട്. ലവ് ജിഹാദ് ഉണ്ട്, ദേശീയ മുസ്ലിം ഉണ്ട്, 56 ഇഞ്ചിന്റെ സിംഹവും ഉണ്ട്. അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. നെഞ്ചുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി വന്നപ്പോ അത് നടപ്പിലാക്കി. വളരെ സീരിയസ് ആയി എടുത്ത സിനിമയാണെങ്കിലും കാവ്യപ്പടയെ ട്രോളുന്ന ഒരു സർക്കാസ്റ്റിക് സിനിമയായിട്ടാണ് ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തത്. മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു പ്രൊപ്പഗണ്ട സിനിമയാണ് പുഴ മുതൽ പുഴ വരെ. 1921 മലബാർ കലാപത്തെ മുൻനിർത്തി ഇന്ന് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുക എന്ന ലക്ഷ്യത്തോടെ എടുത്ത സിനിമയാണ് പുഴ മുതൽ പുഴ വരെ. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന ഫാക്ടിനെ തിരസ്കരിക്കാനാണ് ഈ സിനിമ ശ്രമിക്കുന്നത്. പകരം ഈ സിനിമ പറയുന്നത് സ്വന്തം അധികാരമുണ്ടാക്കാനും സവർണ സ്ത്രീകളെ സ്വന്തമാക്കാനും അതുപോലെ തന്നെ മതപരിവർത്തനം നടത്താനും വേണ്ടി മാത്രം നടത്തിയ ഒരു സംഭവമാണ് മലബാർ കലാപം എന്നാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും ഗാന്ധിജിയെയും വരെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും രൂപപ്പെടുത്തിയെടുത്തത്. പണ്ടത്തെ ജമ്മിമാരായിരുന്നു നല്ലവരെന്നും സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. 1921 സിനിമയിൽ സംഭവത്തിന്റെ 2 വശവും കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു വശം മാത്രമാണ് കാണിക്കുന്നത്. അതൊരു ബ്രിട്ടീഷ് വിരുദ്ധ കലാപമാണെന്നും ബ്രിട്ടീഷുകാരെ സഹായിച്ച ഹിന്ദു ജന്മികൾ മാത്രമാണ് ഖിലാഫത്തിനാൽ കൊല്ലപ്പെട്ടതെന്നുമാണ് സിനിമ പറയുന്നത്. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനും കൊള്ളയടിക്കാനും ഈ ഖിലാഫത്ത് പോയിട്ടില്ല. അതൊരു മതപ്രശ്നമാക്കി മാറ്റുക എന്നത് ബ്രിട്ടീഷ് തന്ത്രമാണെന്നും സിനിമ പറയുന്നുണ്ട്. വിഭജിച്ച് ഭരിക്കണമെന്ന്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലി മരിക്കട്ടെ എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അതിനായി ബ്രിട്ടീഷുകാർ ചട്ടം കെട്ടിയവരാണ് മറ്റു മതസ്ഥരെ അകാരണമായി കൊലപ്പെടുത്തിയതെന്നുമാണ് സിനിമ പറയുന്നത്. വിവരം കെട്ട തെമ്മാടികളും കൊള്ളക്കാരും ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. ഈ വണ്ടിക്കുള്ളിൽ ശ്വാസം മുട്ടി പ്രാണം ഒഴുക്കിയവരെക്കാൾ കൂടുതൽ ശവം മലബാർ കലാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് മമ്മൂട്ടിയുടെ ഈ ഡയലോഗുകളിലൂടെയാണ് പറയുന്നത്. ആ കുറ്റത്തിന് തൂക്കിലിടേണ്ടത് ആലി മുസ്ലിയാരെ അല്ല, വെടിവെക്കേണ്ടത് ഈ നിൽക്കുന്ന വാരിയാങ്കുന്നത്ത് കുഞ്ഞമ്മരാജിയല്ല. ആ തെറ്റിന് ശിക്ഷിക്കേണ്ടത് ഹിന്ദുവിനെയും മുസൽമാനെയും അല്ല, ഈ മണ്ണ് ചോര കൊണ്ട് നനച്ചെടുത്ത് ബ്രിട്ടീഷ് മക്കളെയാണ്. അന്നത്തെ കുടിയാൻ ജമ്മി പ്രശ്നങ്ങളും സിനിമ വളരെ വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുമുണ്ട്. മലബാർ കലാപത്തിനിടയിൽ നിരപരാധികളായ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു എന്നത് ഒരു ഫാക്ട് തന്നെയാണ്. പക്ഷെ അത് ആര് ചെയ്തു എന്നതാണ് വ്യത്യാസം. പഴയ സിനിമയിൽ ജമ്മിമാരും ബ്രിട്ടീഷുകാരുമായിരുന്നു വില്ലന്മാർ. എന്നാൽ പുതിയ സിനിമയിൽ നല്ലവരാണ് ബ്രിട്ടീഷുകാരും ജമ്മിമാരും. വില്ലന്മാരായി വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനവും. ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന കോൺസ്പിറസി തിയറികളെയാണ് രാമസിംഹൻ സിനിമയായി മാറ്റിയത്. ജാതിയും മതവും പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റ് കേരളത്തിലൂടെ എങ്ങനെ നടക്കാന്ന് വിചാരിച്ചാല് ചെങ്കുടി നിന്റെയൊക്കെ നെഞ്ചും കൂട്ടില് കുത്തി നിർത്തും ഞാൻ. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ട സിനിമയാണ് ജനാധിപൻ. പിണറായി വിജയനോട് സാമ്യമുള്ള ഹരീഷ് പേരയുടെ അവതരിപ്പിച്ച കണ്ണൂർ വിഷൻ എന്ന മുഖ്യമന്ത്രിയെ വളരെ മാസായി കാണിക്കുന്ന ഒരു സിനിമയാണ് ജനാധിപൻ. നരേന്ദ്രമോദി സിനിമ ഡയറക്റ്റായി കഥ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഇൻഡയറക്റ്റായി കഥ പറയുന്നെന്ന് മാത്രം. എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ച് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടെന്റെ ചുറ്റും. ഹരീഷ് പേരയുടെ പെർഫോമൻസ് അല്ലാതെ സിനിമയിൽ മറ്റൊന്നും തന്നെ കാണാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെ സിനിമ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ പൊളിറ്റിക്കൽ അജണ്ട പറയുന്ന സിനിമകളാണ്. മതത്തെ ന്യായീകരിക്കാനും പല സംഭവങ്ങളെയും ന്യായീകരിക്കാനും വേണ്ടി ചെയ്ത പ്രൊപ്പഗണ്ട സിനിമകൾ വേറെയുമുണ്ട്. നിങ്ങൾക്കറിയാവുന്നവ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.